ഗൈസ് ഒന്നും നോക്കാനല്ല, ലെറ്റ്സ് ടോക്ക് അബൌട്ട് കറുപ്പ്. റെട്രോയ്ക്ക് ശേഷം സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കറുപ്പ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ RJ ബാലാജി, മ്യൂസിക് ബൈ സായിബ് ബംഗാൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു മിനിറ്റ്, സമയമില്ലാത്തവരാണ് ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തോട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ എനിക്ക് അറിയണമെന്നുള്ളതുകൊണ്ടാണ്. സോ ഇത് സീരിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തു. ഓക്കെ, അപ്പം എന്താ ഞാൻ പറഞ്ഞത്, സായിബ് ബംഗാൾ. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് സിനിമ പ്രോജക്റ്റാണ് കറുപ്പ് എന്നുള്ളത്. സോ അത് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ പുള്ളി നല്ല രീതിക്ക് പണി വെച്ചിട്ടുണ്ട്. അത് പാട്ടാണെങ്കിലും സ്കോറിംഗ് നമുക്ക് തിയേറ്ററിലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ സോഫാർ സെക്കൻഡ് കത്തിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളും പോലീസാണ്, ഒന്നും പറയാനില്ല. പിന്നെ RJ ബാലാജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു എന്താ പറയുക, ഇത്രയും വലിയൊരു ബിഗ് സ്കെയില് പുള്ളി ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. നോർമൽ സിനിമകൾ മാത്രം എടുത്ത് പരിചയമുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷേ പുള്ളിയുടെ കരിയറിൻ്റെ മേബി ഒരു ബിഗ് ടേണിംഗ് പോയിന്റ് ആവാൻ ചാൻസ് ഉള്ള സിനിമയും കൂടെ ആണിത്. അത് പുള്ളിയുടെ മേക്കിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പുള്ളിയുടെ വിഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം ഹൈ സ്കെയിലാണ് പുള്ളി അത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ ക്രൂവും പുള്ളിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. അത് മ്യൂസിക് വൈസ് ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിലും ആർട്ട് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കാണ് മേക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. പല വിഷ്വൽസും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ എനിക്കൊരു ഓക്കേഷ് ഫീലാണ് തോന്നുന്നത്. എന്തോ മിസ്സായി. ഒരു ടീസർ കാണുമ്പോൾ കിട്ടിയ ഒരു ഗൂസ് ബംസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ട്രെയിലറും ടീസറും കണ്ട് വിലയിരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം കങ്കുവയുടെയൊക്കെ ട്രെയിലറും ടീസറൊക്കെ എജ്ജാതി ആയിട്ടായിരുന്നു. പക്ഷെ സിനിമയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ എന്തായാലും നമുക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ കംപ്ലീറ്റ് സിനിമയും വിലയിരുത്താനൊന്നും പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഡയറക്റ്റ് മെയ് 14 പോയി കണ്ട് ആസ്വദിച്ച് വന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മെയ് 14 വേണ്ടി ഫാൻ ഷോ ബുക്ക് ചെയ്യുന്നുണ്ട്. ഫാൻ ഷോ തന്നെ നമ്മൾ കാണും, അതോടൊപ്പമാണ്. സോ എന്തായാലും നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഏത് ചെയ്യണമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. മെയിനായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ആണ്. ഓക്കെ, സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റീച്ചാക്കി തരാം. ഫോളോവേഴ്സൊക്കെ ഭയങ്കര കമ്മിയാണ്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം ഭയങ്കര ഇഷ്ടം. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്തോ.